Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. Okay, so നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ക്ലർക്കിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് നിങ്ങൾക്കറിയാം ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും PDF കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ PDF കോഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ്, മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. സോ അതിൽ ഈ കൊല്ലം നടക്കാനിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും SBI ക്ലർക്ക് മെയിൻസ് ആകട്ടെ, SBI PO ആകട്ടെ, LIC AAO ആകട്ടെ, സോ എല്ലാം അടങ്ങുന്ന എല്ലാ സിലബസും അടങ്ങുന്ന ഒരു PDF കോഴ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് മേടിക്കുക. ഓക്കെ, സോ നിങ്ങൾ സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹ 10, ഇഫ് യു യൂസ് ദ കൂപ്പൺ കോഡ് സ്നേഹ 10 യു വിൽ ഗെറ്റ് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ ആക്ച്വലി ഇതിൻ്റെ വീഡിയോ കോഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ₹999 ആണ്. സോ നിങ്ങൾ 10% ഡിസ്കൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, റോങ് നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ സീരീസ്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്തു അല്ലേ. സോ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Find the difference between simple interest and compound interest on an amount of ₹6400 for 2 years at the rate of 12.5% per annum. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്നെങ്കിൽ 12.5% 2 കൊല്ലത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും 12.5% 2 കൊല്ലത്തേക്കുള്ള ഡിഫറൻസ് എത്രയെന്ന് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് PR²/100² എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6400 നമ്മൾ പ്രിൻസിപ്പൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കൊല്ലം നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ കൊല്ലം നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 800 ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതും 800 ആണ്. സോ ആദ്യത്തെ കൊല്ലത്തിൽ എന്തുണ്ടാവില്ല, അത്ര ഡിഫറൻസ് ഉണ്ടാവില്ല അല്ലേ. സോ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കൊല്ലത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് 800 ആണ് കിട്ടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, അടുത്ത കൊല്ലം എടുക്കുന്നത് ഈ പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ തന്നെ ആ ഇൻട്രസ്റ്റും ആണ് അല്ലേ. അതായത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് 6400-ൻ്റെയും 800-ഉം സമ്മ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും സെക്കൻഡ് ഇയറിൽ നമ്മൾ എടുക്കുക അല്ലേ. സോ എത്ര കിട്ടും, 800. 800-ൻ്റെ 1/8, 12.5% എന്ന് പറയുന്നത് 1/8 ആണ്, 100 എന്ന് കിട്ടും. സോ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 100. ആൻസർ ഇസ് 100. PR²/100² ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്കൊരു മൈൻഡ് കാൽക്കുലേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 20 persons The average weight of 20 persons group increases by 1.4 kg when a new person replaces a person having weight 44 kg. Okay. Find the weight of new person. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ പോയിട്ടുണ്ട്, അയാളുടെ വെയിറ്റ് 45 കിലോഗ്രാം ആയിരുന്നു. ഓക്കെ, സോ അയാളെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ വന്നിട്ടുണ്ട്. സോ ആ വന്ന ആൾ ഈ 45 കിലോഗ്രാമും കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ 20 ആൾക്കാരിൽ എത്ര ഇൻക്രീസ് ആയോ, എത്ര ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ആയോ അതും കൊണ്ടുവരും അല്ലേ. സോ അപ്പോൾ പുതിയ ആളുടെ വന്നയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 45 + 1.5 × 20 ആയിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഇസ് എത്ര വരും, 75. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് ആൻസർ ഇസ് 75 kg. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find out the number of ways in which letters of the word aptitude can be arranged such that word will always start with A. Okay. So അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് എപ്പോഴും എയിലായിരിക്കണം. സോ ബാക്കിയുള്ള TTITUDE, സോ ഇതിവിടെ അവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. സോ ബാക്കിയുള്ളതാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. സോ നമ്മൾ A എന്ന കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളോട് പറയുകയാണ് എ ഒരു ഫിക്സ്ഡ് പൊസിഷനിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. സോ നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്,
ഇഫ് എ ഈസ് അല്ലെങ്കിൽ എയുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഒപ്പമാണ് വരുന്നത്, ഏതെങ്കിലും ഒരു ലെറ്റർ ഒപ്പമാണ് വരുന്നത്, ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. സോ ഇതെന്താണ്, എ ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ് അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ എ എന്ന ലെറ്റർ അവിടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബാക്കിയുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, പി, ടി, ഐ, ടി, യു, ഡി അല്ലേ. സോ ഇനി ടിറ്റ്യൂഡ്, ടി, ഐ, ടി, യു, ഡിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറേഞ്ച് ചെയ്താൽ മതി. സോ അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, സോ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്, 1 2 3 4 5 6 7, 7 ഫാക്ടോറിയൽ ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ടി 2 പ്രാവശ്യം വരുന്നുണ്ട്. സോ 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അല്ലേ. 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, എ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സിനെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം അല്ലേ. ഓക്കെ, സോ 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ബാക്കി എത്ര വരും, 3 4 5 6 7 അല്ലേ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 into 2 അവിടെ കട്ടായി പോകുന്നുണ്ട്. സോ ബാക്കിയുള്ളതായിരിക്കും എന്ത് ചെയ്യാം, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡിനെ എ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ 12 into 5 എന്ന് പറയുന്നത് എന്താണ്, 60, 60 into 6 360. സോ 360 into 7 അല്ലേ, 2520. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 2520. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ഡയമീറ്റർ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് 230. സോ നിങ്ങൾക്ക് RRB ക്ലർക്കിന് ഈ ഒരു ലെവലിലായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് കാൽക്കുലേഷൻ സ്പീഡാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ RRB ക്ലർക്കിന് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നോക്കാം. സം ഓഫ് ഡയമീറ്റർ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 232 സെന്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ. അതായത് സർക്കിളിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സർക്കംഫറൻസും തന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്, 2πr + 2r തന്നിട്ടുണ്ട് അല്ലേ, 232 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് കോമൺ എടുക്കുകയാണെങ്കിൽ എന്തെടുക്കാം, 2r കോമൺ എടുത്തിട്ട് പൈ നമുക്ക് 22/7 എടുക്കാം, +1 ഈസ് ഈക്വൽ ടു 232 എന്ന് കിട്ടും അല്ലേ. സോ 2r എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 29/7 ഈസ് ഈക്വൽ ടു 232 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, സോ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് 8 പോവും. അതുപോലെ തന്നെ 2r ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 56 എന്ന് കിട്ടും. 56/2 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, സോ r ഈസ് ഈക്വൽ ടു 56/2 എന്ന് പറയുമ്പോൾ റേഡിയസ് നിങ്ങൾക്ക് എത്ര കിട്ടും, 28 എന്ന് കിട്ടും അല്ലേ. സോ റേഡിയസ് 28 കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് റേഡിയസ് 28 സെന്റിമീറ്റർ എന്ന് കിട്ടി. നിങ്ങൾക്ക് ഏരിയ കണ്ടുകൂടെ, πr² എന്ന് പറയാം അല്ലേ. 22/7 into 28 into 28. സോ ഇവിടെ 4 കട്ടായി. സോ 88 into 28 വരും അല്ലേ. 88 into 28 ഇത് 1760 വരും. അതുപോലെ തന്നെ 8864, അതുപോലെ തന്നെ എത്ര വരും, 64 + 6 70 എത്ര വരും, 2464 centimeter square. So the correct answer is option D, 2464 centimeter square എന്ന് വരും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയമീറ്റർ സർക്കിളിന്റെ ഡയമീറ്ററിന്റെയും സർക്കംഫറൻസിന്റെയും സമ്മ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് കണ്ടുപിടിച്ചിട്ട് πr² ചെയ്യുക, 22/7 into 28 into 28. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതൊരു അലിഗേഷൻ ആൻഡ് മിക്സ്ചർ പ്രോബ്ലം ആണ് അല്ലേ. നമുക്കിത് ഫോർമുല ബേസ്ഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കിത് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, നോക്കാം. എ വെസൽ കണ്ടെയ്ൻസ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ അല്ല, നമുക്ക് കറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇവിടെ എഴുതാം. നമുക്ക് മിൽക്ക് എന്ന് പറയുന്നത് 8 ലിറ്റർ ആണ്. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത്, വാട്ടർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. വാട്ടർ എന്ന് പറയുന്നത് 8 ലിറ്റർ ആണ്. മിൽക്ക് എന്ന് പറയുന്നത് 16 ലിറ്റർ ആണ് അല്ലേ. സോ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ വിച്ച് വാട്ടർ ഇസ് 8 ലിറ്റർ ആൻഡ് മിൽക്ക് 16 ലിറ്റർ ആണ്. How much of the mixture must be drawn from the vessel and completely replaced with water so that the amount of water and milk becomes equal in final mixture in the vessel എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടോട്ടൽ നമുക്ക് എത്രയാണ്, 24 ലിറ്റർ ആണ് ടോട്ടൽ അവിടെയുള്ള മിക്സ്ചറിന്റെ
ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലേ. വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 24 ലിറ്റർ വെള്ളമാണ്, 24 ലിറ്റർ മിക്സ്ചർ ആണ് അവിടെ ടോട്ടൽ ഉള്ളത് അല്ലേ. സോ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഇത്ര ക്വാണ്ടിറ്റി മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ആ പുറത്തേക്ക് എടുത്ത് ഈക്വൽ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്തു. സോ അങ്ങനെ നമ്മൾ റീപ്ലേസ്മെന്റും എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടറും മിൽക്കും ഈക്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 24 ലിറ്റർ മിക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ 12 ലിറ്റർ മിൽക്കും അതുപോലെ തന്നെ 12 ലിറ്റർ വെള്ളവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ഓഫ് ദ മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഫ്രം ദ വെസൽ ആൻഡ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ എന്നാണ് അല്ലെ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല വെച്ചിട്ട് വേഗം ചെയ്യാം. ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് വെള്ളമാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലെ. വെള്ളം കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്താ അറിയേണ്ടത്? എത്ര മിക്സ്ചർ ആണ് ഡ്രോൺ ചെയ്തിട്ടുള്ളത് എന്നല്ലേ. ഞാൻ എന്ത് ചെയ്തു? വെള്ളമാണ് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മിൽക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല ചെയ്യാം. ഓക്കെ. സോ amount of milk left divided by amount of milk initially present. amount of milk initially present എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 minus x by 24. ഒറ്റ തവണയാണ് അല്ലേ. 24 raised to 1 എന്ന് പറയും. ഓക്കെ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1 minus x by 24 എന്ന് പറയാം അല്ലേ. ഇറ്റ്സ് ജസ്റ്റ് ഫോർമുലയാണ്. ഓക്കെ, ഫോർമുലയാണിത്. ഓക്കെ, ജസ്റ്റ് ഇറേസ് ചെയ്യാണ് ഞാനിവിടെ ജസ്റ്റ് ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ 1 മൈനസ്, സോ എമൗണ്ട് ഓഫ് മിൽക്ക് ലെഫ്റ്റ് എത്രയാണ്? 12 അല്ലേ. സോ എമൗണ്ട് ഓഫ് മിൽക്ക് ആക്ച്വലി എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? എമൗണ്ട് ഓഫ് മിൽക്ക് 16 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതെന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ്, അതായത് നമുക്ക് അറിയാം ക്വാണ്ടിറ്റി മൊത്തം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നു, ഒരു മിക്സ്ചറിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നു അല്ലേ. സോ ആ മിക്സ്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്ര ഭാഗം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പോയിക്കൊണ്ടിരുന്ന ബാക്കി എത്രയാണോ എന്നുള്ള റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. സോ 1 മൈനസ് എക്സ് ബൈ 24 എന്ന് കിട്ടും അല്ലേ. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4344 എന്ന് കിട്ടും. മൈനസ് 1 ഇസ് ഇക്വൽ ടു എക്സ് ബൈ 24 എന്ന് കിട്ടും. മൈനസ് എക്സ് ബൈ, സോ 1 മൈനസ് 3/4 എന്ന് പറയുന്നത് മുക്കാൽ ഭാഗം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/4. സോ ഇവിടെ 1/4, 1/24. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലിറ്റർ കിട്ടും? എത്ര ലിറ്റർ ആണ്, എത്ര മിക്സ്ചർ ലിറ്റർ ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് കിട്ടും. സോ ദ ആൻസർ 6 ലിറ്റർ ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതൊരു പൈ ചാർട്ട് ആണ്. പൈ ചാർട്ട് ഷോസ് ദ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് 5 കെമിക്കൽ ബോട്ടിൽസ് സോൾഡ് ബൈ എ ഷോപ്പ് കീപ്പർ ഇൻ എ മന്ത്. സോ അതാണ് ഇത് കാണിക്കുന്നത്. അതായത് എന്താണ്? 5 കെമിക്കൽ ബോട്ടിൽസ് സെല് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ടാണ്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ എൽ എം ഓരോത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂസ് തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 17,500 ടോട്ടൽ നമ്പർ ഓഫ് ബോട്ടിൽസ് ആണ് സെല് ചെയ്തിട്ടുള്ളത്. ഓരോ സെക്ഷൻ എൽ ഷോപ്പ് കീപ്പർ എന്താണ് 5 കെമിക്കൽ ബോട്ടിൽസ് ഡിഫറെൻറ്റ് ബോട്ടിൽസ് എത്ര പെർസെൻറ്റേജ് സെല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലർക്ക് ആയതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ബോട്ടിൽസ് ഓഫ് കെമിക്കൽ എൻ എത്രയാണ്? 26 ടു ദി നമ്പർ ഓഫ് ബോട്ടിൽസ് ഓഫ് കെമിക്കൽസ് എം സോൾഡ് അല്ലേ. സോ എം എത്രയാണ്? 20 ആണ് അല്ലേ. സോ 20 എന്ന് പറയുമ്പോൾ 2, 13, 10 എന്ന് വരും. സോ ആൻസർ ഇസ് 13:10. നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം. നിങ്ങൾക്ക് 17,500 ഇൻറ്റു 13/100 26/100 ഡിവൈഡഡ് ബൈ 17,500 ഇൻറ്റു 20/100. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? 17,500 എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ബോട്ടിൽസ് ഓഫ് കെമിക്കൽ എൽ ആൻഡ് കെമിക്കൽ എൻ സോൾഡ്? ഓക്കെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ എൽ എത്രയാണ്? എൽ എന്ന് പറയുന്നത് 14 ആണ്. എൻ എന്ന് പറയുന്നത് 26 ആണ് അല്ലേ. 26 ആണ്. സോ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20% ആയിരിക്കും അല്ലേ. 20% ആയിരിക്കും. സോ 20% എന്ന് പറയുമ്പോൾ എന്തിന്റെ 20%? 17,500ന്റെ 20%. ദാറ്റ് ഈസ് 1/5 ആണ് അല്ലേ. സോ എത്ര കിട്ടും? 5 3 15, 3,500 കിട്ടും അല്ലേ. സോ ദ ആവറേജ് ഇസ് 3,500. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് നമ്പർ ഓഫ് ബോട്ടിൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ദി നമ്പർ ഓഫ് ബോട്ടിൽസ് ഓഫ് കെമിക്കൽ എം ആൻഡ് ഒ 35 എം ആൻഡ് ഒ is what percentage of number of bottles of N and L? N എന്ന് പറയുന്നത് 26 ആണ്, L എന്ന് പറയുന്നത് 14 ആണ്. സോ എത്ര കിട്ടും? 40 കിട്ടും അല്ലേ? 40 കിട്ടും. is what percentage എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/8 ആണല്ലേ കിട്ടുക? 7/8 ആണ് കിട്ടുക. സോ 1/8 എന്ന് പറയുന്നത് എത്രയാണ്? 12.5% അല്ലേ? 12.5% 1/8 എന്ന് പറയുന്നത്. സോ 7/8 ഇൻറ്റു 7 ആയിരിക്കും. സോ ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 7 എന്ന് പറയുന്നത് 84 ആണ് അല്ലേ? സോ ഈ ഓപ്ഷനിലെ 84ന് മുകളിൽ ഒരൊറ്റ സംഖ്യയുള്ളൂ. പിന്നെ ഇവിടെ ഒരു 0.5 കൂടി ഉണ്ട്. സോ 84ന്റെ കൂടെ 3.5 കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 87.5% എന്ന് കിട്ടും അല്ലേ? സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 87.5% എന്ന് എടുക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the difference between the number of bottles of chemical P sold and the number of bottles of chemical N sold? ഓക്കെ, P എത്രയാണ് സെല് ചെയ്തത്? 25% ആണ് അല്ലേ P സെല് ചെയ്തത്. അതുപോലെ തന്നെ N എത്ര സെല് ചെയ്തു? 26%. ദാറ്റ് ഈസ് അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1% ആണ് അല്ലേ? സോ 17,500ന്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 175. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആകെ ഒരു സെക്കൻഡ് എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടരുത് കേട്ടോ. The number of bottles N sold, N എത്രയാണ്? 26, is what percentage more or less than the number of bottles of chemical L? So chemical L, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ഏതിനേക്കാട്ടിലുമാണ് കൂടുതൽ? എല്ലിനേക്കാട്ടിലുമാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടല്ലേ? സോ എന്തിനേക്കാട്ടിലുമാണ് മോർ ഓർ ലെസ് അറിയേണ്ടത്? അതായിരിക്കണം നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. സോ 14 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, സോ അപ്പോൾ 26 മൈനസ് n എത്രയാണ്? n എന്ന് പറയുന്നത് 26 ആണ്. സോ 26 മൈനസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് കിട്ടും അല്ലേ? സോ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇസ് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അതായത് 14% എത്ര കൂടുതലാണ് n സെല് ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. സോ 14% എന്ന് പറയുന്നത് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുക. 12% എന്തുണ്ട് നമുക്ക്? അതായത് അവരുടെ ഡിഫറൻസ് നമുക്ക് കിട്ടി. 26ഉം 14ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് അവരുടെ ശതമാന കണക്ക് കാണാം. സോ എത്ര കിട്ടും? 6/7 കിട്ടും അല്ലേ? 6/7 ഇൻറ്റു 100 എന്ന് കിട്ടും. സോ 600/7 ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ 880 സംതിങ് ആണ് അല്ലേ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം 1/7 എന്ന് പറയുന്നത് 14.28 ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഇൻറ്റു 6 എന്ന് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇൻറ്റു 6, 1/7ന്റെ വാല്യൂ എന്ന് പറയുന്നത് 14.28 ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ സോ 85.71 അല്ല 85.48 ആണ്. സോ ദ ആൻസർ ഇസ് നൺ ഓഫ് ദിസ് ആണ് അല്ലേ? സോ 1/7ന്റെ വാല്യൂ 14.28 ആണ്. ഇവിടെ നമുക്ക് ആവശ്യം ഏതാണ്? 6/7 ആണ്. സോ 6 ഇൻറ്റു 14.28 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 85.48 ആണ് കിട്ടുക. സോ നിങ്ങൾക്ക് എന്താണ് ഉത്തരം? നൺ ഓഫ് ദിസ് ആണ്. സോ ഇങ്ങനെയൊക്കെ പോയിന്റ് തന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 85% ഒക്കെ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 14 ഇൻറ്റു 6 ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് 84. സോ ആ ഒരു രീതിയിലായിരിക്കും ഉത്തരം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്